പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥർവ എന്ന ത്രില്ലർ മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 റിലീസായ ക്രൈം ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് അഥർവ. മഹേഷ് റെഡ്ഡി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ കാർത്തിക് രാജു, സിമ്രാൻ ചൗധരി, ഐറ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു വരുന്ന നായകൻ ജോലിയും പ്രണയവുമൊക്കെയായി സാധാരണമായ ഒരു ജീവിതം നയിച്ചു വരികയാണ്. അങ്ങനെയിരിക്കെ നായകന് പരിചയമുള്ളതും വലിയ ഒരു സിനിമാ നടിയുമായിട്ടുള്ള പെൺകുട്ടിയും അവളുടെ ബോയ്ഫ്രണ്ടിനെയും അവരുടെ ഫ്ലാറ്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ആ ഒരു മരണത്തിൽ ദുരൂഹത തോന്നുന്ന നായകൻ ആ കേസിനെക്കുറിച്ച് അന്വേഷിക്കാനായി ആരംഭിക്കുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. അഥർവ എന്ന സിനിമ ഇപ്പോൾ തെലുങ്കിനോടൊപ്പം തമിഴിലും മലയാളം ഡബ്ബിങ്ങിലുമൊക്കെയായി ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. മലയാളം ഡബ്ബിംഗ് ഒക്കെ ലിപ്സിങ്ങോടെ അത്യാവശ്യം നന്നായി തന്നെ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ ഡീസൻ്റായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും സാഹചര്യത്തിന് അനുസൃതമായി വരുന്ന മ്യൂസിക്കുമൊക്കെ ജസ്റ്റ് ഒരു ഓക്കെ ഫീലാണ് സമ്മാനിച്ചത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണവും അവരുടെ നടപടിക്രമങ്ങളുമൊക്കെയായി കുറച്ച് വ്യത്യസ്തമായാണ് സിനിമയെ അവതരിപ്പിക്കാനായി ശ്രമിച്ചിട്ടുള്ളത്. സിനിമയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു മുഴുനീള ത്രില്ലർ സിനിമ എന്നൊക്കെയാണ് കരുതിയത്. എന്നാൽ പാട്ടുകളും പ്രണയവും ആക്ഷൻ രംഗങ്ങളും നായകൻ്റെ ഹീറോയിസവുമൊക്കെയായി ഒരു ക്രൈം സ്റ്റോറിയെ സ്ഥിരം തെലുങ്കു കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഫോർമാറ്റിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ആദ്യത്തെ 40 മിനിറ്റ് ഇൻട്രൊഡക്ഷനും റൊമാൻസുമൊക്കെയായി ഒട്ടും എൻഗേജിംഗ് അല്ലാത്ത വിധത്തിലാണ് പോകുന്നത്. അതിന് ശേഷമാണ് സിനിമ ത്രില്ലിംഗ് മോഡിലേക്ക് വരുന്നത്. ഭയങ്കരമായ ത്രില്ലിംഗ് നിമിഷങ്ങളോ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളൊക്കെയാണ് എന്നൊന്നും അവകാശപ്പെടാനായി സാധിക്കില്ലെങ്കിലും ആരാണ് കില്ലർ, എന്തിനു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു സസ്പെൻസ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് എൻഗേജിംഗ് ആയി തന്നെയാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. 2 മണിക്കൂറിനുള്ളിൽ മാത്രമാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ആദ്യ ഭാഗത്ത് സിനിമയുടെ ദൈർഘ്യം കൂട്ടാനാണ് കുറച്ച് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തത് എന്ന് കരുതിയെങ്കിലും സെക്കൻഡ് ഹാഫിലും സിനിമ ത്രില്ലർ മോഡിൽ പോകുന്ന സമയത്ത് ഇടയിൽ സോങ്ങും നായകൻ്റെ ഹീറോയിസവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം ചില സംഭവങ്ങളൊക്കെ സിനിമയുടെ ആ ഒരു ഫ്ലോയ്ക്ക് തടസ്സമായി മാറുന്നുണ്ട്. അവസാനം ഒരു ട്വിസ്റ്റും ക്ലീഷേ ക്ലൈമാക്സോടെയും ഒക്കെ തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പുതുമയോ വ്യത്യസ്തതയോ ഒന്നും ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ക്രൈം ത്രില്ലർ ഡ്രാമ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ഏവറേജോ അതിൽ താഴെയോ വരുന്ന തെലുങ്കു മൂവിയാണ് അഥർവ എന്ന് പറയാം. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.